സഹോദരന്മാർ, മരണമാസന്നമായ വ്യക്തിക്ക് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന് പ്രതീക്ഷയില്ലാത്ത രോഗിക്ക് ചെയ്തു കൊടുക്കേണ്ട ചില സുപ്രധാനമായ കടമകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്. രോഗിയുടെ നഖം, അതുപോലെ നീക്കേണ്ടതായ മറ്റ് രോഗങ്ങൾ നീക്കിക്കൊടുക്കണം. വൃത്തിയും വെളുപ്പമുള്ള സ്ഥലത്ത് ശുദ്ധമായ വസ്ത്രം ധരിപ്പിച്ച് കിടത്തണം. കിടത്തേണ്ട രൂപങ്ങളും ഒക്കെ നമ്മൾ ഹദീസുകളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കി. ഇന്ന് മരണാസന്നനായ രോഗിയോടുള്ള കടമയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ വിവരിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും നമുക്ക് നൽകുന്ന ചില പാഠങ്ങളാണ് മനസ്സിലാക്കാറുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മരണമാസന്നമായി കിടക്കുന്ന രോഗി, ആ രോഗി കിടക്കുന്ന സ്ഥലത്തു നിന്നും റഹ്മത്തിന്റെ മലക്കുകളുടെ പ്രവേശനത്തിന് തടസ്സമാകുന്ന, പ്രതിബന്ധമാകുന്ന വസ്തുക്കളെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. റഹ്മത്തിന്റെ മലക്കുകൾ അവരുടെ പ്രവേശനത്തിനും അവരുടെ സാന്നിധ്യത്തിനും തടസ്സമാകുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? അത് രോഗി കിടക്കുന്ന വീട്ടിൽ നിന്ന് മാത്രമല്ല, മുറിയിൽ നിന്ന് മാത്രമല്ല, ഒരു സത്യവിശ്വാസിയുടെ വീടിൻ്റെ അകത്ത് നിന്നും മാറ്റേണ്ടതായ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി സൂറത്തുൻ വലാ ഖൽബുൻ വലാ ജുനുബുൻ. 3 വസ്തുക്കളുള്ള വീടുകളിൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി സൂറ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി എണ്ണിയത് സൂറത്ത്, ചിത്രങ്ങളുള്ള വീടുകൾ. 2 വലാ ഖൽബുൻ, നായ ഉള്ള വീട്. വലാ ജുനുബുൻ, വലിയ അശുദ്ധിക്കാര് പാർക്കുന്ന വീടുകൾ. ഈ 3 വസ്തുക്കളുള്ള വീടുകളിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹദീസിൽ ഒരു രസകരമായ ഒരു സംഭവം നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, വഅദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാം ഫീ സാഅത്തിൻ യഅതീഹി ഫീഹാ. നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയേ, ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞാൻ താങ്കളുടെ അടുക്കൽ വരും. അല്ലാഹുവിങ്കൽ നിന്നുള്ള വഹ്യുമായി, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ദിവ്യ സന്ദേശവുമായി നബിയെ ഇന്ന സമയത്ത് താങ്കളുടെ അടുക്കൽ ഞാൻ വരും. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആഗമനം പ്രതീക്ഷിച്ച് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും അവതരിപ്പിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആൻ ഏറ്റെടുക്കാൻ, അല്ലാഹുവിന്റെ സന്ദേശം സ്വീകരിക്കാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറായിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആഗമനം പ്രതീക്ഷിച്ച് പ്രവാചകൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രയാസമായി. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, മാ യഖ്ലിഫുല്ലാഹു വഅദഹു വലാ റസൂലുഹു. അല്ലാഹുവും അവന്റെ ദൂതന്മാരും വാക്ക് വ്യത്യാസം വരുത്തുകയില്ലല്ലോ. ഒരു വാക്ക് പറഞ്ഞാൽ അവർ വാക്ക് പാലിക്കുന്നവരാണ്. വാക്ക് വ്യത്യാസം വരുത്തുകയില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം വരുമെന്ന് പറഞ്ഞിട്ട് എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വരാത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ പ്രവാചകന് വലിയ വിഷമമാണ്. മനോദുഃഖത്തോടുകൂടി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്ത് നിൽക്കുമ്പോൾ ഫഇദാ ജറുബു ഖൽബിൻ തഹത സരീരിഹി, നബിയുടെ കട്ടിലിന്റെ അടിയിൽ ഒരു ചെറിയ നായക്കുട്ടി, ഒരു ചെറിയ പട്ടിക്കുട്ടി. അന്ന് നമ്മുടെ ഇന്നത്തെ പോലെ വീടിന് അടുപ്പുറപ്പോ വാതലോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറും ഈത്തപ്പന മടല് കൊണ്ട് നാട്ടി ഈത്തപ്പന പോലെ പിടഞ്ഞുണ്ടാക്കിയ ചെറിയൊരു കുടിലായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്. ആ വീടിന്റെ അകത്ത് എങ്ങനെയോ ഒരു നായക്കുട്ടി കയറി. കട്ടിലിന്റെ അടിയിൽ ഈ നായക്കുട്ടിയെ കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചിട്ട് ചോദിച്ചു, യാ ആയിഷ മത്താ ദഖല ഹാദൽ ഖൽബ് ഹാഹുന, എങ്ങനെയാണ് ഈ നായക്കുട്ടി ഈ കട്ടിലിന്റെ അടിയിലേക്ക് കയറിയത്? ഇതെപ്പോഴാണ് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്? ഫഖാലത്തു വല്ലാഹി മാ തറത്തു, അല്ലാഹുവിന്റെ റസൂലേ എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കണ്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ നായക്കുട്ടിയെ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ പ്രവാചകൻ ചോദിച്ചു, വാഅത്തനി, താങ്കൾ എന്നോട് ഇന്ന സമയത്ത് വരുമെന്ന് വാക്ക് പറഞ്ഞിട്ട് താങ്കൾ എന്താണ് വരാൻ വൈകിയത് എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ വാക്ക്, ഇന്നാ ലാ നദ്ഖുലു ബൈതൻ ഫീഹി ഖൽബുൻ വലാ സൂറത്തുൻ, നബിയേ, നായ വളർത്തുന്ന വീടുകളിൽ ഞങ്ങൾ പ്രവേശിക്കുകയില്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലക്കുകൾ പ്രവേശിക്കുകയില്ല. വലാ സൂറത്തുൻ, ചിത്രങ്ങളുള്ള വീടുകളിലും ഞങ്ങൾ പ്രവേശിക്കുകയില്ല. നായ ഇസ്ലാമിൽ വളർത്താൻ പാടുണ്ടോ എന്നുള്ള വിഷയത്തിൽ വലിയ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, കാവലിന് വേണ്ടി, കൃഷിക്ക് വേണ്ടി, നായാട്ടിന് വേണ്ടി നായ വളർത്താം. അതിന് ചില നിബന്ധനകളുണ്ട്. ചില നിബന്ധനകളോടുകൂടി നായ വളർത്തുന്നതിന് വിരോധമില്ല. പക്ഷേ നമ്മുടെ വീടും ആ വീടിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നായകൾ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് വീടിന്റെ അകത്തും വീടിന്റെ മുറ്റത്തും. അത് റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തിന് തടസ്സമുണ്ടാകുന്ന പ്രതിബന്ധമായ കാര്യമാണെന്ന് പരിശുദ്ധമായ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നിപ്പോ നായ വളർത്തൽ ഒരു വലിയ ഹോബിയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ കാര്യമായി ബെഡിൽ നായ കയറ്റി കിടത്തി ആ നായയുമായി കെട്ടിപ്പിടിച്ച് നായക്ക് മുത്തം കൊടുത്ത് ജീവിക്കുന്ന ആളുകളെയാണ് നമുക്കൊന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ നായ വളർത്തുന്നതിന് ചില നിബന്ധനകളും ചില നിയമങ്ങളുമൊക്കെ ഉണ്ട്. ആ നിയമങ്ങൾ പാലിച്ചു വേണം അതിനെ വളർത്താൻ. രണ്ടാമത്തെ കാര്യം പ്രവാചകൻ പറഞ്ഞത് പല സൂറത്തും, ചിത്രങ്ങൾ, ഫോട്ടോ ഉള്ള വീട്. ഇവിടെ ഫോട്ടോ ഉള്ള വീട് എന്ന് നാം പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ വീട്ടിൽ ഫോട്ടോ ഉണ്ട്. നമ്മുടെ ആധാർ കാർഡിൽ ഫോട്ടോ ഉണ്ട്, തിരിച്ചറിയൽ കാർഡിൽ ഫോട്ടോ ഉണ്ട്, പാസ്പോർട്ടിൽ ഫോട്ടോ ഉണ്ട്, നമ്മുടെ പോക്കറ്റുകളിൽ പോലും ഗാന്ധിജിയുടെ ഫോട്ടോ ഉണ്ട്. അപ്പൊ ഫോട്ടോ ഉള്ള വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദര സൂചകമായി, ബഹുമാന സൂചകമായി നമ്മൾ ഫോട്ടോ നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ചാൽ, മരണപ്പെട്ടു പോയ കാരണവന്മാരുടെ ഫോട്ടോ ആദര സൂചകമായി നമ്മുടെ വീട്ടിൽ അത് സൂക്ഷിച്ചു വെച്ചാൽ ആ വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ബഹുമാന സൂചകമായി, ആദര സൂചകമായി ഫോട്ടോകളും അതുപോലെ ചിത്രങ്ങളും പ്രതിമകളും ഒക്കെയുള്ള വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ഇന്നിപ്പോ ഈ ടോയ്സുകൾ, കരടി, പുലി, അതുപോലെ പൂച്ച, ഇവിടെയൊക്കെ വലിയ ടോയ്സുകളുണ്ട്. അതിന്ന് വീടിന് അലങ്കാരമായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വലിയ വീടുകൾ. വീടൊക്കെ പണിയുമ്പോൾ വീടിനൊരു അലങ്കാരം വേണ്ടേ, വീടിനൊരു ഭംഗി വേണ്ടേ എന്ന നിലയ്ക്ക് ഇതുപോലുള്ള ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങളും ബിംബങ്ങളും ഫോട്ടോകളും വീടിന് അലങ്കാരമായിട്ട് വെച്ചിരിക്കുന്ന വീടുകൾ, അത്തരത്തിലുള്ള വീടുകളിലും മലക്കുകൾ പ്രവേശിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ലാ ബുദ്ദ ഫാഇലൻ ഫസ്നഇ ഷജറ. നിന്റെ വീടിന് അലങ്കാരമായിട്ട് എന്തെങ്കിലും ചിത്രങ്ങൾ, എന്തെങ്കിലും ഫോട്ടോ വെക്കണമെന്ന് നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ ഫസ്നഇ ഷജറ, വൃക്ഷത്തിന്റെ ഫോട്ടോ എടുത്ത് വെക്ക്. ചെടികളുടെ, പൂക്കളുടെ ഒക്കെ ഫോട്ടോ എടുത്ത് വെക്ക്. മനോഹരമായ ഈ പ്രപഞ്ചത്തിന്റെ ഫോട്ടോ, വൃക്ഷങ്ങളുടെ ഫോട്ടോ, നല്ല കൗതുകമുണർത്തുന്ന ചെടികളുടെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചോളി. ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോകൾ വീടിന് അലങ്കാരമായിട്ട് സൂക്ഷിക്കരുത്. ആദര സൂചകമായി ഫോട്ടോകൾ നിന്റെ വീട്ടിൽ പ്രദർശിപ്പിക്കരുത്. അങ്ങനെയുള്ള വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, വലിയ അപകടമാണ് വീടിന് അതിഥികൾക്ക്, വീട് സന്ദർശിക്കുന്നവർക്ക് കണ്ണിന് കൗതുകമുളവാക്കും ഫോട്ടോയും മറ്റ് ചിത്രങ്ങളുമെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമാണ്. എപ്പോഴും മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് വരണം. കാരുണ്യത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടാകണം. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗം, മരണമാസന്നമായി കിടക്കുന്ന രോഗി കിടക്കുന്ന റൂമുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഫോട്ടോകൾ, ചിത്രങ്ങൾ മാറ്റണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു, വലാ ജുനുബുൻ, വലിയ അശുദ്ധിയുള്ളവർ താമസിക്കുന്ന വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ഇത് വളരെ ഗൗരവമായി നമ്മൾ എടുക്കുന്ന ഒരു വിഷയമാണ്. വലിയ അശുദ്ധി ഉണ്ടായിട്ട് ആ അശുദ്ധിയിൽ നിന്നും ശുദ്ധീകരിക്കാൻ സമയം ലഭിച്ചിട്ട് ആ സമയം കഴിഞ്ഞിട്ടും മനഃപൂർവ്വം അശ്രദ്ധയോടുകൂടി കുളിക്കാതെ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാതെ കഴിയുന്ന ആളുകളുള്ള വീടുകളിൽ മലക്കുകൾ വരികയില്ല. മലക്ക് വരില്ല എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ഇത്തരത്തിലുള്ള ഈ 3 വീടുകളിലേക്ക്, ഈ 3 വസ്തുക്കളുള്ള വീടുകളിലേക്ക് കാരുണ്യത്തിന്റെ മാലാഖമാർ പ്രവേശിക്കുകയില്ലെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അതുപോലെ മരണമാസന്നമായ രോഗികളോടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കടമ, ആ രോഗികളുടെ അടുക്കൽ പരിശുദ്ധമായ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം. സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം. മരണമാസന്നമായി കിടക്കുന്ന, സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന, ഹാലിൽ കിടക്കുന്ന, മരണവെപ്രാളത്തിൽ കിടക്കുന്ന രോഗികൾ, ആ രോഗികളുടെ അടുക്കൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം. ഇഖ്റഉ യാസീൻ അലാ മൗതാകും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഹദീസിന്റെ പണ്ഡിതന്മാർ നിവേദനം ചെയ്ത വളരെ സഹീഹായ ഹദീസാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ്, ഇമാം നസായി, ഇമാം ഇബ്നു മാജ തുടങ്ങി പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാർ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഇഖ്റഉ യാസീൻ അലാ മൗതാകും. മരണമാസന്നമായ രോഗികളുടെ സമക്ഷത്തിൽ, അവരുടെ സന്നിധിയിൽ നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം. സൂറത്ത് യാസീൻ ഓതണം. യാസീൻ ഖൽബുൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ. ആ ഖുർആൻ, സൂറത്ത് യാസീൻ എന്റെ ഉമ്മത്തികളുടെ ഹൃദയത്തിൽ ഉണ്ടാകല്ലേ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സൂറത്ത് യാസീൻ ഉണ്ടാകണം. ആ സൂറത്ത് യാസീൻ മനഃപ്പാഠമുണ്ടായിരിക്കണം. എൻ്റെ ഉമ്മത്തികളിൽപ്പെട്ട ഓരോ മനുഷ്യനും സൂറത്ത് യാസീൻ കാണാതെ പഠിക്കണമെന്ന പ്രവാചകൻ പഠിപ്പിച്ചത്. പ്രവാചകന്റെ ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, സൂറത്ത് യാസീൻ ഒരുപാട് ആളുകൾക്ക് അറിയാത്തവരത് പഠിക്കണം. നമ്മുടെ കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യാൻ പഠിപ്പിക്കണം. നോക്കി ഓതാനല്ല, കാണാതെ പാരായണം ചെയ്യാൻ പഠിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആഗ്രഹമാണ് നമ്മളുടെ ഹൃദയത്തിൽ, നമ്മളുടെ മനസ്സിൽ സൂറത്ത് യാസീൻ ഉണ്ടാകുക എന്നത്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ. ലാ യഖ്റഉഹാ യുരീദുല്ലാഹ വദ്ദാറൽ ആഖിറ. അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, പരലോക മോക്ഷം പ്രതീക്ഷിച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ആര് പാരായണം ചെയ്യുന്നോ ഇല്ലാ ഗുഫിറ ലഹു, അവന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്.
എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവരുടെ പഴയ കാലങ്ങളിലൊക്കെ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് മഗ്‌രിബ് ഇശാഇന്റെ ഇടയ്ക്ക് സൂറത്ത് യാസീൻ ഓതുന്ന പതിവുണ്ടായിരുന്നു. നമ്മുടെ വീടുകളിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. സൂറത്ത് റഹ്മാൻ ഓതുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഈ മൊബൈലും ഒക്കെ ഇറങ്ങിയതോടുകൂടി ആരാണ് സൂറത്ത് യാസീൻ ഓതുന്നത്? എത്ര വീടുകൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കുന്നത് അല്ലേ? വളരെ ഖുർആനോട് നമ്മൾ വളരെ അകലം പാലിച്ചിരിക്കുകയാണ്. ഖുർആനുമായി സത്യത്തിൽ ഈ ഉമ്മത്തിനൊരു ബന്ധവുമില്ലാതായിരിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ പ്രിയപ്പെട്ടവരെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം. പ്രവാചകൻ പറഞ്ഞു, മരണമാസന്നമായ രോഗികളുടെ സമീപത്ത് നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം. ഇങ്ങനെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതിന്റെ പേരിൽ അല്ലാഹു ആ രോഗിയുടെ മരണവേദന ലഘൂകരിച്ചു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. മരണവേദന അല്ലാഹു തആല ലഘൂകരിച്ചു കൊടുക്കും. മരണത്തോട് മല്ലടിക്കുന്ന സക്രാത്തിന്റെ ഹാലിൽ കിടക്കുന്ന രോഗികളുടെ അടുക്കൽ സൂറത്ത് യാസീൻ ഓതണം. അവർക്ക് ശല്യമുണ്ടാകുന്ന രീതിയിലല്ല, വളരെ ചെറിയ ശബ്ദത്തിൽ, എന്നാൽ ആ രോഗികൾ കേൾക്കത്തക്ക രീതിയിൽ ഓതണം. ഒരുപക്ഷെ മരണാസന്നനായി കിടക്കുന്ന രോഗി നമ്മളോടൊപ്പം സൂറത്ത് യാസീൻ ഓതി മരണപ്പെടാൻ ഒരു ഭാഗ്യം കിട്ടിയാലോ? നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്നവർ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ സക്രാത്തിന്റെ ഹാലിൽ കിടക്കുന്ന രോഗികൾ, എത്രയോ ആളുകൾ ഇങ്ങനെ സൂറത്ത് യാസീൻ ഓതി മരണപ്പെട്ട ചരിത്രങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, സഹാബാക്കളൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ സൂറത്ത് യാസീൻ ഓതി മരണപ്പെട്ടിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. അല്ലാഹു അത്തരത്തിലുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇതൊക്കെ ഓതുന്നത് രോഗികളെ ഉണർത്തി കൊടുക്കാൻ വേണ്ടിയാണ്. അവർക്കത് ഓതാൻ സഹായകമായിട്ടാണ് നമ്മളോട് സൂറത്ത് യാസീൻ ഓതണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണമാസന്നമായ രോഗികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം. മരണമാസന്നമായ രോഗികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. കാരണം മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരുടെയെങ്കിലും അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ വചനമായാൽ ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കുന്നത് നമ്മൾ കണ്ടാൽ അത് അയാളുടെ മരണത്തിന്റെ നല്ല ലക്ഷണമാണ്, മരണത്തിന്റെ ശുഭലക്ഷണമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കുക എന്നുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം. അങ്ങനെ ആരുടെയെങ്കിലും അവസാനത്തെ വചനം ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗമാണ്. എന്തൊരു വലിയ ഭാഗ്യല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് പലരെ കുറിച്ചും പറയാറുണ്ടാവും, ഇന്നയാണ് കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മരിച്ചത്. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ വചനം ഇവിടെ ചൊല്ലിക്കൊടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രോഗികളെ നിർബന്ധിച്ച് ചൊല്ലിക്കരുത്. മരണമാസന്നമായ വ്യക്തിയെ തോണ്ടിയിട്ട് പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല, നിർബന്ധിച്ച് ചൊല്ലിപ്പിക്കാൻ പാടില്ല. കാരണം രോഗി വലിയ അവസ്ഥയിലായിരിക്കും, രോഗത്തിന്റെ കഠിനമായ വേദനയിലായിരിക്കും, സക്രാത്തിന്റെ അവസ്ഥയിലായിരിക്കും, മരണപ്രാണത്തിൽ കിടക്കുന്ന രോഗിക്ക് അത് പ്രയാസമാകും. അങ്ങനെ കലിമ ചൊല്ലാൻ പ്രയാസമുള്ള രോഗികളെ നിർബന്ധിച്ച് കലിമ ചൊല്ലിച്ചാൽ ആ ചൊല്ലിക്കുന്ന ആളോട് രോഗിക്ക് വെറുപ്പുണ്ടാകും, ആ കലിമയോടുകൂടി രോഗിക്ക് ഒരു വെറുപ്പുണ്ടാകും. ഇവന്റെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ കരുതും, സമാധാനം തരത്തില്ലല്ലോ, എന്താ ഇത് ചെല്ലാൻ പറ്റാത്തവർക്ക് ചെല്ലാൻ കഴിയില്ല. ഇനി ഒരു പ്രാവശ്യം രോഗി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ ചൊല്ലിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഭൗതികമായ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ പിന്നെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. കാരണം ആ രോഗിയുടെ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമയാകാൻ
പ്രിയപ്പെട്ടവരെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നൽ ഈമാന യഖ്ലുഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലുഖു ഥൗബ്. വസ്ത്രം അഴകുന്നത് പോലെ, വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ മനുഷ്യരെ നിങ്ങളുടെ വിശ്വാസം അഴകിപ്പോകും, അത് നുരുമ്പിപ്പോകും എന്ന അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും, ഈമാന്റെ പവർ കുറയും. ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഈമാൻ ഒരേ അവസ്ഥയല്ല. ഓരോരുത്തരുടെയും ഈമാന് വ്യത്യസ്തമായ അളവുകളാണ്, അവസ്ഥയാണ്. ഓരോരുത്തരുടെ ഈമാൻ, എല്ലാവരുടെയും ഈമാൻ ഒരുപോലല്ല. ചിലർക്ക് നല്ല ഈമാൻ ഉണ്ടാകും, ചിലർക്ക് തീർത്തും ഈമാൻ ഉണ്ടാകുകയില്ല. അങ്ങനെ ഈമാനിന്റെ അവസ്ഥ, ഈമാനിന്റെ അളവ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അളവിലായിരിക്കും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, തുണി പഴകുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഈമാൻ പഴകും. അതുകൊണ്ട് ഈമാനിനെ നിങ്ങൾ പുതുക്കണം. ജദ്ദിദൂ ഈമാനക്കും ജദ്ദിദുൽ ഈമാൻ ഫീ ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാനിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. എങ്ങനെയാണ് ഈമാനിനെ പുതുക്കുന്നത്? സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫകൈഫ നുജദ്ദിദു ഈമാനനാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ തിരുദൂതരേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയാണ് ഞങ്ങളുടെ ഈമാനിനെ പുതുക്കേണ്ടത് നബിയേ? എങ്ങനെയാണ് പഴകിപ്പോയ നുരുമ്പിപ്പോയ ഈമാനിനെ ഞങ്ങൾ എങ്ങനെയാണ് പുതുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വചനം അധികരിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം അധികരിപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തിൽ കൈതൊട്ടിട്ട് നമ്മൾ ആലോചിച്ച് നോക്ക്, ഇന്നൊരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഇന്നൊരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. നമ്മൾ മരണ വീട്ടിൽ പോയി 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. ആർക്ക് വേണ്ടി? മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി. മഹാന്മാര് പഠിപ്പിക്കുന്നു, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നിങ്ങൾ കലിമ ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ഒരു 70,000 അല്ല, ഒരുപാട് 70,000 പ്രാവശ്യം നിങ്ങൾ ആ കലിമ ചൊല്ലണം. നിങ്ങളെപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം. എന്റെ ഈ സംസാരം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് പ്രതിജ്ഞ എടുക്കണം, ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഞാനൊരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ദിവസം ചൊല്ലും. ഒരു 100 പ്രാവശ്യമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ ചൊല്ലും. ഇൻഷാ അല്ലാഹ് ചൊല്ലിയല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറക്കെ പറ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ അവസാനം നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുകയുള്ളൂ. മഹാന്മാർ ഒരു ഉദാഹരണം പറയുന്നത്, ഒരു സ്പോഞ്ചിന്റെ കഷ്ണം നമ്മൾ പച്ചവെള്ളത്തിൽ മുക്കി, മറ്റൊരു കഷ്ണം എടുത്ത് പാലിൽ മുക്കി, ആ പച്ചവെള്ളത്തിൽ മുക്കിയ സ്പോഞ്ച് പിഴിയുമ്പോൾ അതിൽ നിന്നും പച്ചവെള്ളമേ വരികയുള്ളൂ. പാലിൽ മുക്കിയ സ്പോഞ്ചിന്റെ കഷ്ണം മുക്കുമ്പോൾ അതിൽ നിന്നും പാല് വരും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതായിരിക്കും മരണസമയത്തും പുറത്തു വരുന്നത്. കച്ചവടത്തെ കുറിച്ചുള്ള ചിന്തയാണെങ്കിൽ അവസാനം നമ്മൾ സംസാരിക്കുന്നത് കച്ചവടത്തെ കുറിച്ചായിരിക്കും. നമുക്ക് ഏറ്റവും പ്രിയങ്കരം നമ്മുടെ ഹോബി കൃഷിയാണെങ്കിൽ അവസാനം കൃഷിയെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ലാ ഇലാഹ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അസ്രാഈൽ അലൈഹിസ്സലാം നമ്മളുടെ ശരീരം പിഴിഞ്ഞ് നമ്മുടെ റൂഹിനെ ആവാഹിച്ചെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമായിരിക്കും. അല്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് നിർബന്ധിച്ചാലും ആ കലിമ ചൊല്ലാൻ സാധിക്കുകയും അത് അല്ലാഹുവിന്റെ വലിയ ഭാഗ്യമുള്ള അനുഗ്രഹം സിദ്ധിച്ചവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ താലിബ് മുസ്ലിമല്ല. പക്ഷേ അനാഥനായ പ്രവാചകനെ 8 വയസ്സോളം വളർത്തിയത് പ്രവാചകന്റെ മൂത്താപ്പ, പിതാവിന്റെ സഹോദരൻ അബൂ താലിബ്. ആ അബൂ താലിബ് മരണാസന്നനായി കിടക്കുമ്പോൾ, രോഗശയ്യയിൽ കിടക്കുമ്പോൾ, മരണത്തോട് മല്ലടിക്കുന്ന അബൂ താലിബിന്റെ സന്നിധിയിൽ ചെന്നുകൊണ്ട് ലമ്മാ ഹദറത്ത് അബൂ താലിബിൻ അൽ വഫാത്തു ജാഅഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻദഹു അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ
ഉമയ്യ അബൂ ജഹൽ. പ്രവാചകൻ പറയുന്നു, അബൂ താലിബിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. അപ്പോ അബൂ താലിബിന്റെ സന്നിധിയിൽ അബൂ ജഹലുണ്ട്, ഇബ്നു അബീ ഉമയ്യ മുശ്രിക്കീങ്ങളുടെ വലിയ നേതാവാണ്. മുശ്രിക്കീങ്ങളുടെ വലിയ നേതാവായ അബൂ ജഹലും അബ്ദുല്ലാഹിബ്നു അബീ ഉമയ്യയുമുണ്ട്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അമ്മ, എന്റെ പ്രിയപ്പെട്ട പിതൃവ്യ, എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒന്ന് ചൊല്ലുവോ? ഒരുപാട് ചൊല്ലണ്ട, ഒരു തവണ ചെല്ലാവോ? ഒരു തവണ താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പരലോകത്ത് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്തുകൊള്ളാം. അങ്ങയുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പാപമോചന പ്രാർത്ഥന നടത്താം. യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ എന്ന് ചോദിച്ചു. അബൂ ജഹൽ പറഞ്ഞു, ഇല്ല മോനെ, ശരിയല്ല, സാധ്യമല്ല. ആരുടെ ആഗ്രഹമാണ് അബൂ താലിബ് കലിമ ചൊല്ലണമെന്ന്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹമാണ്. കാരണം പ്രവാചകൻ അത്രയേറെ ബഹുമാനിച്ച, അത്രയേറെ സ്നേഹിച്ച, കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ച ആളാണ് അബൂ താലിബ്. ആ അബൂ താലിബ് നാളെ കലിമ ചൊല്ലാതെ നരകാവകാശിയായി ചത്തൊടുങ്ങുന്നത് അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രവാചകൻ തല മുതൽ കാല് വരെ മെല്ലെ മെല്ലെ തടകി തലോടിയിട്ട് പറഞ്ഞു, യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണപ്പെടാൻ പോവുകയാണ് എന്റെ പിതൃവ്യ, ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മരണാസന്നനായ അബൂ താലിബ് പറഞ്ഞു, വലഖദു അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ ലൗലൽ മനാമതു ഔ ഹദാരി വസഫതി ലവജതനി സംഹം ബിദാക മുബീനാ. അല്ലാഹുവിന്റെ റസൂലിനോട് അബൂ താലിബ് പറഞ്ഞു, മോനെ, നീ പ്രചരിപ്പിക്കുന്ന, നീ പ്രബോധകനായിട്ടുള്ള ഈ മതം, അതാണ് യഥാർത്ഥ മതം എന്ന് എനിക്കറിയാം. എനിക്കറിയാം മോനെ, യഥാർത്ഥ മതം ഇസ്ലാമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനെങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഈ കലിമ ചൊല്ലി മരണപ്പെട്ടാൽ, ഈ ഖുറൈശി പ്രമാണികൾ എന്നെ പരിഹസിക്കും. അവസാനം അബൂ താലിബ് അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ മുഹമ്മദിന്റെ മതം സ്വീകരിച്ച് മതം മാറിയിട്ടാണ് അബൂ താലിബ് മരണപ്പെട്ടത് എന്നെ പരിഹസിക്കും. ആ പരിഹാസം ഭയപ്പെട്ടുകൊണ്ട് മോനെ ഞാൻ ചെല്ലില്ല എന്ന് അബൂ താലിബ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു. അബൂ താലിബിനോട് നിർബന്ധിച്ചു കലിമ ചൊല്ലാൻ. അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദി മൻ യശാ. നബിയെ, മാറിപ്പോകണം, താങ്കൾ ആഗ്രഹിച്ചവരെ കലിമ ചൊല്ലിച്ച് ഇസ്ലാം മതം സ്വീകരിപ്പിക്കാമെന്ന് തീരുമാനിച്ചാൽ നടക്കില്ല നബിയെ. അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമേ അവൻ മുസ്ലിമാകാനും കലിമ ചൊല്ലാനും സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹാജരായി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അത് സാധിക്കുകയില്ല, എല്ലാവർക്കും അത് സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം സിദ്ധിച്ചവർക്ക് മാത്രമേ കലിമ ചൊല്ലാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം, ആ വചനം ഉരുവിട്ടുകൊണ്ട് നമ്മൾ മരിക്കണം. ആ വചനം ഉരുവിട്ടുകൊണ്ട് മരിക്കുന്നവർക്ക് സ്വർഗ്ഗമായിരിക്കും. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മരണമാസന്നമായ വ്യക്തിയുടെ അടുക്കൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അല്ലാഹു ജീവിതത്തിൽ ആ പരിശുദ്ധമായ കലിമ ധാരാളം ഉരുവിടാനും ആ കലിമയിൽ അധിഷ്ഠിതമായി ജീവിക്കാനും മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉച്ചരിച്ച് മരണപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ, എന്തൊരു ഭാഗ്യമായിരിക്കും. ഇനി ഇതിൻ്റെ അല്പം ചില കാര്യങ്ങൾ കൂടി പറയാനുള്ള സമയം അവസാനിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മരണമാസന്നമായ വ്യക്തി, ആ വ്യക്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. നമ്മളും ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ, പ്രചോദനവും പ്രലോഭനങ്ങളും നിർബന്ധിക്കലും ഒന്നുമില്ലാതെ സ്വയം മനസ്സാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ
പ്രവാചകൻ പറഞ്ഞതുപോലെ അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ധാരാളമായി ഉരുവിട്ട് ആ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.